തമിഴ്നാട് കടലൂർ സ്വദേശിയായ 19-കാരി ശ്രീപ്രിയയുടെ സഹോദരിയുടെ ഭർത്താവിന് തോന്നിയ സംശയങ്ങളാണ് തിരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയുടെ 11 മാസം പ്രായമായ കുഞ്ഞിന്റെ കൊലപാതക വിവരം പുറത്തെത്തിച്ചത്. ശ്രീപ്രിയയുടെ സഹോദരി വിജയയും ഭർത്താവ് ചിദംബരസനും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിനെ വിവരം അറിയിച്ചതാണ് കുഞ്ഞിന്റെ കൊലപാതക വിവരം പുറത്തറിയുന്നതിലേക്കും മൂവർ സംഘത്തിന്റെ അറസ്റ്റിലേക്കും നയിച്ചത്. ശ്രീപ്രിയ, കാമുകൻ ജയസൂര്യയുടെ പിതാവ് കുമാർ എന്നിവരാണ് പിടിയിലായത്. 3 മാസം മുമ്പ് ഭർത്താവ് മണികണ്ഠനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി തമിഴ്നാട്ടിൽ നിന്ന് പോയ ശ്രീപ്രിയയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പുത്തനത്താണിയിൽ താമസിക്കുന്ന വിജയയുടെ ഭർത്താവ് ചിദംബരസൻ മറ്റൊരാവശ്യത്തിന് തിരുവല്ലെത്തി ബൈക്കിൽ പുത്തനത്താണിയിലേക്ക് മടങ്ങുന്നതിനിടെ പുല്ലൂർ ഭാഗത്ത് വെച്ച് അവിചാരിതമായി ശ്രീപ്രിയയെ കാണുകയായിരുന്നു. ചിദംബരസനെ കണ്ട് മുഖം മറച്ച ശ്രീപ്രിയയെ ചിദംബരസൻ തിരിച്ചറിഞ്ഞിരുന്നു. പിറ്റേന്ന് വിജയയെയും കൂട്ടി തിരുവല്ലെത്തി ഇരുവരും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനാകാതെ മടങ്ങാനൊരുങ്ങുമ്പോഴാണ് ഒരു ഹോട്ടലിൽ നിന്ന് ഇരുവരെയും വീക്ഷിക്കുന്ന ശ്രീപ്രിയയെ കണ്ടെത്തിയത്. തുടർന്ന് അവളെയും കൂട്ടി താമസ സ്ഥലത്തേക്ക് പോയി. കുഞ്ഞിനെ അന്വേഷിച്ചപ്പോൾ ബംഗാളികൾ ട്രെയിനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് ആദ്യം പറഞ്ഞത്. വീണ്ടും ചോദ്യം ചെയ്തതോടെ കുമാറും ജയസൂര്യയും ചേർന്ന് കൊലപ്പെടുത്തിയെന്നും മൃതദേഹം ബാഗിലാക്കി തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഓടയിൽ ഉപേക്ഷിച്ചെന്നും സമ്മതിച്ചു. തുടർന്ന് വിജയും ചിദംബരസനും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ തൃശൂരിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. അതേസമയം ശ്രീപ്രിയയെ DNA ടെസ്റ്റിന് വിധേയമാക്കി. 11 മാസം പ്രായമായ കളയരസൻ 2 മാസം മുമ്പാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം. 2 വർഷം മുമ്പായിരുന്നു ശ്രീപ്രിയയും മണികണ്ഠനും തമ്മിലുള്ള വിവാഹം നടന്നത്. 3 മാസം മുമ്പാണ് ഭർത്താവ് മണികണ്ഠനെ ഉപേക്ഷിച്ച് ശ്രീപ്രിയ തിരൂരിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.